ഈ ലോകം മൊത്തം എതിരെ നിന്നാലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ചന്ദ്രന് വേണ്ടി സംസാരിച്ച സമയത്ത് പറഞ്ഞല്ലോ മിഥുനാണ് എനിക്ക് വേണ്ടി ഉണ്ടാവുന്നത്. കേട്ടില്ല, ഈ ലോകം കേട്ടില്ല. 12 മിഥുനൻ 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലം ആണോ? 6 കൊല്ലം. നിങ്ങൾ അപ്പോൾ ഇപ്പോൾ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാണ് ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ ചാറ്റ് ഇതാക്കി അത് ഞാൻ അറിയാണ്ട് പറ്റിപ്പോലെ എടാ ഷമീറെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസനം വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കും. നിന്റെ തൊണ്ട വെറുതെ വാസണ്ണനെ ഇട്ട് മെക്കെട്ട് കയറാൻ നിക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെയല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസണ്ണ ക്ഷേമാന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടാവും. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിയുടെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മാതി ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാടാ സ്ട്രീം ഞാനൊരു തന്നെ പറഞ്ഞില്ലേ ഗൈസ്, പുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താണോ ആൾക്കാര് ആരാണോ കൂടുതൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് അവരെ ടാർഗറ്റ് ചെയ്യാൻ ഇവൻ മിടുക്കനാണ്. ഇതിനാണ് അടിപൊളി, നല്ല സ്ട്രാറ്റജി നൈസ്. അതായത് എന്നൊക്കെ നാല് ഗെയിം കളിക്കാറിടാ നായ. ഇപ്പൊ ചിരിക്കല്ലേ, നമ്മൾ പറഞ്ഞു ചിരിപ്പിക്കുന്നതാണെന്ന് പറയും. ചിരിക്കല്ലേ കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളർന്ന് കളിച്ചിട്ടോ. വാസണ്ണനെ ഡ്രിഗർ ചെയ്യാൻ മാത്രം നീ വളർന്നടാ. നീ വേണമെങ്കിൽ ഇവനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആരും സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഷമീറ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാമത് അടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചന്ദ്രനായിരുന്നു അഹങ്കാരം. അത് കഴിയുമ്പോ എനിക്ക് അഹങ്കാരമായി. ഇപ്പൊ ഷമീറിന് അഹങ്കാരമായി. കൊള്ളാം, തട്ടി കളിക്കുന്നവരാണ് വാസണ്ണനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാ. ഇനിയേട്ടൻ വാസണ്ണ പറഞ്ഞത് എന്റെ പൊന്നു മിഥുനടാ, എങ്ങനെ പറ്റോ നിങ്ങൾക്ക് ഇങ്ങനെ? സത്യമല്ല, നിലപാടിന്റെ രാജകുമാരൻ. லாஸ்ட் மந்த் ஈகிளா கூகுளான்னு சொன்னவன் இப்போ வந்து ஈகிளா சத்தியம் என்னால முடியல, எனக்கு இருமல் வருது. ஐயோ ചെള്ള അടിച്ച് ഞാൻ പൊളിക്കും. ഇനി വാസനെ കുറിച്ച് എന്താ ഞാന് ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാണ്. മാതാപിത വിജയണ്ണൻ വാസുണ്ണൻ ഉയർ. അതിന് ഞാനും അതിന് വന്നടാ. സന്തോഷമാണ്, സന്തോഷം. നിന്നെയും വെച്ചേക്കുന്ന നിന്റെ തൊപ്പിനെ വെച്ചാൽ MR ഗാംഗ് വന്നിട്ടിരിക്കുന്ന ഞാൻ വാസന ആളാണ്. അടിക്കുന്ന ഇനി വാസനായിട്ട് പറഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിനെ ഒരു വാക്കുള്ളൂ. ഒരു വാട്ടി சொன்னா നീയെ പേച്ച് നാനേ കേൾക്കാൻ മാട്ടേൻ. കേട്ടതിന്റെ പ്രശ്നം കുറച്ചു കാലം മുമ്പ് നമ്മളെ ഫുൾ ഫോം ഇല്ലാന്നല്ല അവർക്ക് പറഞ്ഞു നടക്കണ്ടേന്ന്. വിളിച്ചിരിക്കുന്ന നോക്കട്ടെ ബാങ്ക് കിട്ടും. ആ പക്ഷെ എന്താ നമ്മള് ഫുൾ ഫോം കിട്ടിയടാ മോനെ. ഓരോ പേരെന്തായിരുന്നു? ഓരോ പേരെന്താ? MRZ അല്ലേ? അപ്പൊ ഈ 3 അക്ഷരങ്ങളും വെച്ചിട്ട് ഒരു പേര് വേണം അല്ലേ? പക്ഷെ അത് അങ്ങനെ ഒരു പേര് എടുക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഗാംഗിൽ എല്ലാരും വാവകളാണ്. ഹിറ്റു വാവ, കോക്കു വാവ, ഇങ്ങനെയൊക്കെ കുറച്ച് വാവകളാണ് അല്ലല്ലോ ആണല്ലോ. അതുകൊണ്ട് നമ്മള് കുക്കുട് വാവ, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ അങ്ങനെ അപ്പൊ നമ്മൾ ആൾക്കാരെ മനസ്സിലായോ? ഇപ്പോൾ TV വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ളൊരു തക്കുടുകളാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഗ്യാങ്ങിന് ഒരു പേരിടുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ സ്വഭാവം അതിനനുസരിച്ച് വേണ്ട ഒരു പേരിടാൻ.
പക്ഷെ ഈ 3 അക്ഷരം മാത്രം എടുത്തിട്ട് ഒരു പേരാവോ? ഇല്ല. അവരുടെ പേരും സ്വഭാവവും അവരുടെ എല്ലാത്തിനും അനുസരിച്ച് അവരുടെ പേരിൽ തന്നെ ഉണ്ട് MRC മൈരൻസ് ഇടും. M ഉണ്ട്, R ഉണ്ട്, Z ഉണ്ട് അതില്. അവരുടെ പ്രശ്നം ഇത് ഇതിനകത്തോട്ട് എനിക്ക് ഇതിനകത്ത് കൂടെ കയറാൻ വയ്യ. ആവശ്യത്തിലധികം എന്റെ ഈ തലയിലുണ്ട്, മനസ്സിലായോ? മുത്തേ ഞാൻ കാശുള്ള ഒരു അറബിയാ, മനസ്സിലായ മുത്തേ? നമുക്കിത് ഇവിടെ മൊത്തം പർച്ചേസ്, ഈ സിറ്റി പർച്ചേസ് ഉള്ള പൈസ ഉണ്ട് മുത്തേ, നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് പക്ഷേ നമ്മൾ ഈ മെച്ചൂർഡായിട്ട് സംസാരിക്കണം മുത്തേ. എനിക്കങ്ങ് കേറുന്ന ബോംബിടട്ടെ സിറ്റിയിലെ നശിപ്പിക്കട്ടെല്ലാം. എനിക്കിത് മേടിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടും സിറ്റി മേടിക്കാൻ പറ്റുന്നില്ല, പർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല. ബോംബിടട്ടെ. എന്തൊക്കെയാണ് കണ്ടാപ്പി നിനക്ക്? സത്യം പറയാല്ല, എനിക്ക് ഇപ്പോഴും അറിഞ്ഞോളാം ഹൗ പീപ്പിൾ ബിലീവിങ് സച്ച് കൈൻഡ് ഓഫ് ഫേക്ക് ഷിറ്റ്. എല്ലാവർക്കും ഇങ്ങനെ വന്ന് മറ്റേ കുറച്ച് കാമായിട്ട് സംസാരിക്കണമല്ലോ ഏറ്റവും വലിയ കള്ളന്മാര്. പറയാതിരിക്കാൻ വയ്യ, സത്യം. എല്ലാത്തിനും പറ്റിയ നന്മ കണ്ടെത്തുന്ന ആൾക്കാർ അവർ ഏറ്റവും വലിയ കള്ളന്മാരന്മാരായിരിക്കും.